അയാൾക്കറിയാം അയാൾ ഇവിടെ നിലനിൽക്കുമെന്ന്. ആരാരെക്കുറിച്ച് പറഞ്ഞ ഡയലോഗാണെന്ന് അറിയാമോ? നമ്മുടെ നൂറ അക്ബറിനെക്കുറിച്ച് ഷാനവാസിൻ്റെ അടുത്ത് പറയുകയാണ്. നമ്മുടെ ഷാനവാസും നൂറയും തമ്മിൽ അക്ബറിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും ദിവസവും ഈ നൂറയും ആദിലയും അനുമോളുടെ അടുത്ത് പിണങ്ങിയ സമയത്ത് ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും അനുമോളെ കളിയാക്കിയതും അനുമോളെക്കുറിച്ച് നെഗറ്റീവുകൾ പറഞ്ഞതും ഒരുമിച്ച് ഗ്രൂപ്പ് കളിച്ചതും ഒത്തു കളിച്ചതുമൊക്കെ ആരുടെ കൂടെ നിന്നുകൊണ്ടാണ്? ഈ അക്ബറിൻ്റെ കൂടെ. ഈ അക്ബറിനെ കുറിച്ചാണ് പറയുന്നത്. വിന്നറാവുമെന്ന് അയാൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിന്നറിൻ്റെ മണിയിൽ നിന്നും പൈസ കുറയുമ്പം ഏറ്റവും കൂടുതൽ അവിടെ പ്രതിഷേധിച്ചത് അക്ബറാണ് എന്ന് പറയുകയാണ് നൂറയും അതേപോലെ ഷാനവാസും. ഈ പറയുന്ന നൂറയും ഷാനവാസും അതിനെതിരെ പ്രതിഷേധിക്കാതിരുന്ന ആൾക്കാരാണോ? അല്ലല്ലോ. ആകെപ്പാടെ അനീഷേട്ടനും അതേപോലെ അനുമോളും മാത്രമേ പറഞ്ഞുള്ളൂ വിന്നറിൻ്റെ പൈസയ്ക്കകത്തുനിന്ന് എടുക്കുന്നതിൽ അവർക്ക് കുഴപ്പമില്ല. ബാക്കി എല്ലാവരും പറഞ്ഞത് വിന്നറിൻ്റെ പൈസയ്ക്കകത്തുനിന്ന് മണി നഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ അക്ബറും ഷാനവാസും ആദില, നൂറ, സാബുമാൻ എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് ഈ അക്ബറിനെ മാത്രം ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അക്ബറിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അക്ബർ ജയിക്കുമെന്ന് അക്ബറിന് വിശ്വാസമുണ്ട്. പക്ഷേ പുറമേ അത് കാണിക്കത്തില്ല. പുറമേ നാടകം കളിക്കുകയാണ്. പുറമേ ലോണിൻ്റെ കാര്യവും അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് സിമ്പതി വോട്ട് നേടാനാണ് അക്ബർ ശ്രമിക്കുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത്. അതേപോലെ നമ്മുടെ നൂറ പറയുന്നുണ്ട്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്തിനാണ് നടത്തുന്നതെന്ന് ഞാൻ അക്ബറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അക്ബർ പറഞ്ഞു, ഞാനിപ്പോൾ ഒറ്റയ്ക്കിരുന്നത് കൊണ്ട് എൻ്റെ ഉമ്മയോടും ഒക്കെ ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുകയാണെന്നാണ് അക്ബർ പറയുന്നത്. ഈ അക്ബർ അല്ലേ അനീഷ് ക്യാമറ നോക്കി സംസാരിച്ച സമയത്ത് അനീഷിൻ്റെ ഡ്രാമയാണെന്ന് പറഞ്ഞത്? രേണു ചേച്ചി കണ്ണാടി നോക്കി സംസാരിച്ചപ്പോൾ രേണുവിനെ കുറ്റം പറഞ്ഞത് ഈ അക്ബർ തന്നെയല്ലേ? എന്ത് പ്രഹസനമാണ് ഈ അക്ബർ, അവൻ്റെ പൊറോട്ട് നാടകം എന്നൊക്കെയാണ് നമ്മുടെ അക്ബറിനെ കുറിച്ച് ഷാനവാസയ്ക്കയും അതേപോലെ നൂറയും പറയുന്നത്. അതേപോലെ അവർ നെവിൻ്റെ അടുത്ത് പ്രഡിക്ഷൻ ചോദിച്ചെടുത്തപ്പോൾ നെവിൻ നൂറയോട് പറഞ്ഞത് നെവിൻ പോവില്ല എന്നാണ്. പക്ഷെ ആദിലോട് പറഞ്ഞത് ആദിലയും നെവിനുമായിരിക്കും പോവാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഡ്രാമ കളിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ നെവിൻ ഒരു ടാസ്ക് കളിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അവൻ കരയുന്നത് പോലും ഡ്രാമയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് നൂറ പറയുന്നുണ്ട്. അതേപോലെ അവർ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ഇതുപോലത്തെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നും അവരൊരു ഗ്രൂപ്പായിട്ട് പലരെയും മനഃപൂർവ്വം ആക്രമിക്കാൻ ശ്രമിച്ചതാണെന്നും അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളും അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട്. അക്ബർ ഓരോ ആൾക്കാരെയും അവിടെ കുരുതി കൊടുക്കുമായിരുന്നെന്നും ഉള്ള രീതിയിലൊക്കെ. പക്ഷേ ഈ ഗ്രൂപ്പിസമൊക്കെ ഇവർക്ക് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ശരിക്കും ഒരു ബ്രദർ സിസ്റ്റർ കാർഡ് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ശരിക്കും ഗ്രൂപ്പിസം ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ഇവർക്കെതിരെ ഒന്നും കളിച്ചിട്ടില്ലല്ലോ. ഇവരെന്തെങ്കിലും നമ്മൾക്കെതിരെ കളിച്ചാൽ നമ്മളത് തടയാൻ വേണ്ടിയല്ലേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിസം കളിച്ചിട്ടുണ്ട് അക്ബർ. നമ്മുടെ മറ്റേ രജിസയിലും ആര്യനൊക്കെ കൂടി പലപ്പോഴും അനുമോൾക്കെതിരെയൊക്കെ ഗ്രൂപ്പിസം കളിച്ചിട്ടുണ്ട്. അതേ ഗ്രൂപ്പിസം ഈ ഷാനവാസും ആദിലും നൂറയും കളിച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാരെ എവിക്ഷനിലിടണം, നോമിനേഷനിൽ വരുത്തണം, അതേപോലെ ഇന്ന ആൾക്കാർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഇവരും കളിച്ചിട്ടുണ്ട്. എല്ലാവരും ഗ്രൂപ്പിസം കളിച്ചിട്ടുണ്ട്. പറയുമ്പോൾ എന്താ, ഞങ്ങൾ ആരും കളിച്ചിട്ടില്ല. എനിവേ, ഇതൊന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുമോളുടെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരാളോട് ഇഷ്ടമല്ല എങ്കിൽ ആ ആളെ അടുപ്പിക്കാൻ നോക്കത്തില്ല. അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ദേഷ്യം പോകുന്നത് വരെ അവൾ അവരോട് അധികം മിണ്ടാതെ നടക്കും. പക്ഷെ ആദില നൂറയാണെങ്കിലോ മനസ്സിൽ ഭയങ്കര ദേഷ്യവും കറ്റുമാണ് അക്ബറിനോടും നെവിനോടും ഒക്കെ. ഇപ്പോൾ ഉള്ള ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത്രയും നേരം അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ച് ചിരിച്ച് കളിച്ച് കൂട്ടുകൂടി ഇരുന്ന് പാട്ടുപാടിയ ആൾക്കാർ ഒരു സെക്കൻഡിൽ ഷാനവാസിനെ കൂടെ സംസാരിച്ചപ്പോഴത്തേക്കും എല്ലാ കോൺവെർസേഷനും മാറി മറിഞ്ഞ് അക്ബർ പിന്നെയും വില്ലനായി. ഇത്രയും ദേഷ്യം ഇവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് പിന്നെ അക്ബറിൻ്റെ അടുത്ത് മിണ്ടാൻ പോകുന്നത് അനുമോളോട് പിണങ്ങുമ്പം? ഈ അക്ബർ ആണെങ്കിൽ പോലും അനുമോളോട് അത്ര അടുക്കത്തില്ല. കാരണം അക്ബറിന് അനുമോളുടെ മനസ്സിൽ കുറച്ച് ദേഷ്യമുണ്ട്. ഇതിപ്പം ഈ അനുമോളാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അടുപ്പിക്കത്തില്ല. പക്ഷേ ഇവരങ്ങനല്ല. ഇവരെ പോലെ കണ്ണിങ്ങായിട്ടുള്ള രണ്ടാൾക്കാർ ജീവിതത്തിലും അനുമോള് ഈ രണ്ടാൾക്കാരെ, ആദില നൂറ പോലത്തെ രണ്ടാൾക്കാരെ ഫ്രണ്ട്സായിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടുന്ന് പോകുന്നത് വരെയും അനുമോള് മിണ്ടത്തില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അനുമോളുടെ കളിക്ക് അത് ആപത്താണ്.